തിരുവനന്തപുരം കോവളത്ത് സൂപ്പർ ബൈക്ക് ഇടിച്ച വഴിയാത്രക്കാരിയും ബൈക്ക് യാത്രികനുമായ യുവാവും മരിച്ച സംഭവത്തിൽ ബൈക്ക് റേസിംഗ് നടന്നിട്ടില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. അമിത വേഗതയും റോഡ് മുറിച്ചു കടന്നതിലെ അശ്രദ്ധയുമാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ട്. വിശദാംശങ്ങളുമായി ഹരിഷ്മ ചേരുന്നു. ഹരിഷ്മ, 2 മരണങ്ങളാണ് സംഭവിച്ചത്. എന്താണിപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് പറയുന്നത്? തിരുവനന്തപുരം കോവളത്തായിരുന്നു സംഭവം. സൂപ്പർ ബൈക്ക് ഇടിച്ച് വഴിയാത്രക്കാരിയും ബൈക്ക് യാത്രികനായ യുവാവും മരിക്കുകയായിരുന്നു. വഴിയാത്രക്കാരി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. യുവാവ് ആശുപത്രിയിലെത്തി ചികിത്സ തേടുമ്പോഴാണ് മരണമടഞ്ഞത്. സംഭവത്തിൽ ബൈക്ക് റേസിംഗ് നടന്നിട്ടില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് വിവരം. അമിത വേഗതയിലായിരുന്നു ബൈക്ക് വന്നിരുന്നത് എന്ന് പറയുന്നുണ്ട്. റോഡ് മുറിച്ചു കടന്നതിലെ അശ്രദ്ധയുണ്ടായി സ്ത്രീക്ക്, അതാണ് ബൈക്ക് ഇടിക്കാൻ കാരണം എന്നാണ് പറയുന്നത്. തുടർന്ന് ഗുരുതരമായ പരിക്ക് പറ്റിയതാണ് മരണകാരണമായി ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഹരീഷ്മ വിവരങ്ങളുമായി ചേരുന്നു. ഹരീഷ്മ, മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിൽ എന്തൊക്കെ വസ്തുതകൾ പറയുന്നു? ഫിജി, കഴിഞ്ഞ ദിവസം രാവിലെ 7:30യോടെയാണ് കോവളം തിരുവല്ല ബൈപ്പാസിൽ പാച്ചന്നൂർ തോട്ടപ്പടി ഭാഗത്ത് അമിത വേഗതയിലെത്തിയ ബൈക്ക് വഴിയാത്രക്കാരിയെ ഇടിച്ചു തെറിപ്പിച്ചത്. വാഴമുട്ട സ്വദേശിയായിട്ടുള്ള സന്ധ്യയും ബൈക്ക് ഓടിച്ചിരുന്ന പൊട്ടക്കുഴി സ്വദേശിയായിട്ടുള്ള യുവാവ് അരവിന്ദുമാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. അപകടത്തിൽ ബൈക്ക് റേസിംഗ് നടന്നതിന് തെളിവില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ ബൈക്ക് അമിത വേഗതയിലായിരുന്നു. ആ അമിത വേഗതയാണ് അപകടത്തിന് കാരണമായത്. ഒപ്പം തന്നെ ഈ മരിച്ച സ്ത്രീയായിട്ടുള്ള സന്ധ്യ റോഡ് മുറിച്ചു കടന്നത് അശ്രദ്ധമായിട്ടാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ വീട്ടുജോലിക്ക് പോവാനായിട്ടാണ് ഈ സന്ധ്യ റോഡ് മുറിച്ചു കടന്നത്. അപ്പോൾ കോവളം ഭാഗത്തു നിന്ന് വന്ന സൂപ്പർ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഈ ഇടിയുടെ ആഘാതത്തിൽ ഈ സ്ത്രീ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ സ്ത്രീ മരിച്ചിരുന്നു. ശരീരഭാഗങ്ങൾ തന്നെ വേർപെട്ട അവസ്ഥയിൽ ഡിവൈഡറിന്റെ കുറ്റിക്കാട്ടിലാണ് ഈ സന്ധ്യയുടെ മൃതദേഹം തന്നെ കണ്ടെത്തിയിരുന്നത്. ഈ ബൈക്ക് ഓടിച്ച യുവാവ് ഇടിയുടെ ആഘാതത്തിൽ തന്നെ കുറച്ച് അകലെയുള്ള ഓടയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അരവിന്ദ് ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് മരിച്ചത്. ഈ ഭാഗങ്ങളിൽ, ഈ കോവളം തിരുവല്ല ബൈപ്പാസ് റോഡിൽ എപ്പോഴും ബൈക്ക് റേസിംഗ് നടക്കുന്ന ഒരു ഇടമാണെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പക്ഷേ ഈ അപകടം ബൈക്ക് റേസിംഗ് മൂലമല്ല, അമിത വേഗതയും ഒപ്പം തന്നെ റോഡ് മുറിച്ചു കടന്നതിലെ അശ്രദ്ധയുമാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നത്. ഫിജി. ശരി ഹരിഷ്മ.